ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷൻസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന എനർജീസ്, സ്ക്രൂസ്, സിറ്റുവേഷൻസ് ഇതൊക്കെ നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഈ റീഡിങ്ങിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന ടൈമുകളൊക്കെ ചിന്തിക്കുക. കിങ് ഓഫ് കപ്പ് റിവേഴ്സായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾ, Four of Wands, Ten of Swords, Page of Swords, Page of Pentacle, Nine of Wands. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ദ വേൾഡ്. ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. ഈ ഒരു ഡിഫറൻസുകളാണ് നിങ്ങളെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നത്. അത് ചിലപ്പോൾ ഒരു റിലീജിയനാകാം, കാസ്റ്റാകാം, ചിലപ്പോൾ വേറെ കൺട്രീസിലാകാം ഉള്ളത് എന്നിങ്ങനെ പലതും ആകാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ വൂണ്ടഡ് ആണ്, അല്ലെങ്കിൽ വളരെ വിഷമത്തിലാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്നത് കൊണ്ടും ഒക്കെ കാരണമാകാം. പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഇവർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചാൽ പോലും പല സാഹചര്യങ്ങളിലും ആ ഓർമ്മകൾ തള്ളിക്കയറി വരികയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഡിങ് നമുക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷനുള്ളവരും അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ് ഇങ്ങനെയുള്ളവരുമായിട്ടാണ് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ കൊടുത്ത ആ ഒരു പഴയ വേദന, മുറിവ്, അതാണ് ഈ വ്യക്തിയുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും അവർ ഹൃദയം കല്ലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മേ ബി അതിന് തക്കതായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാം, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ഈ ഒരു പേഴ്സണെ കുറിച്ച് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പോഴും നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതായത് ഒരു സ്റ്റേബിളായിട്ടുള്ള സ്നേഹം എന്ന് പറയാം. ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ വ്യക്തിക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്ന്. ഈ ഒരു വ്യക്തിക്ക് ഇമോഷൻസ് ഉണ്ട്,
സ്റ്റേബിളായിട്ടുള്ള ഒരു ഇമോഷൻസ് തന്നെയാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്നാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഇങ്ങനെ നിങ്ങളോട് ഭയങ്കര ഇമോഷൻസും സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും അവരത് പുറത്ത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു പേഴ്സൺ അത് പുറത്ത് കാണിക്കാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ജീവിക്കാൻ ശ്വാസം വേണം എന്നതുപോലെ നിങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് അത്യാവശ്യമായൊരു ഘടകമാണ് നിങ്ങൾ. ശ്വാസം മുട്ടുന്നു, നിങ്ങളോടൊന്ന് മിണ്ടിയാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു പ്രൈം ഫാക്ടറാണ് ഈ ഒരു പേഴ്സൻ്റെ എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഇവരെ ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്തതുപോലെ ഇവരെ ആരും ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല ഇന്ന് വരെ ഇവരുടെ ലൈഫിൽ. ഫ്യൂച്ചറിലും ഇവരെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നുമില്ല. അതായത് അവർക്കുണ്ടായിരുന്ന ഒരു ബാക്ക് ബോൺ ഇളകിപ്പോയി എന്നാണ് കാർഡുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുമുണ്ട് എന്ന് അവരത് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവർ എടുത്ത ഒരു ഡിസിഷൻ റോങ് ആയിപ്പോയി എന്ന്. അതായത് ഇങ്ങനെയൊരു രീതിയിലല്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് പോകേണ്ടിയിരുന്നത്, ഇങ്ങനെയൊരു ഡിസിഷൻ അല്ലായിരുന്നു ഞാൻ എടുക്കേണ്ടിയിരുന്നത് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പിന്നെ ലൈഫാണ്, ഇനി ഒരിക്കലും അതിനെ തിരുത്താൻ സാധിക്കില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു ലോട്ട് ഓഫ് എഫേർട്ട് എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിലേറെ എഫേർട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഈ പേഴ്സൺ ആവില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ അവരുടെ മനസ്സിൻ്റെ എവിടെയൊക്കെയോ നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ അടുത്ത് അവരൊരു ജസ്റ്റിസ് അല്ല കാണിക്കുന്നത്, തെറ്റാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പ്രസൻ്റ്ലി ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അതിനകത്ത് നിന്ന് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു റിലേഷൻഷിപ്പിലാണെന്ന് നമുക്ക് പറയാം. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഈ വ്യക്തിക്ക്. അപ്പോൾ ഈ പേഴ്സണ് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ പുതിയ റിലേഷൻഷിപ്പിൽ വന്നതിൽ പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് പോയതിൽ പിന്നെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോള് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്ത മുടികൾ വരുന്നു, നര ബാധിക്കുന്നത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരം വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പുറമേ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾ. എങ്കിലും അതല്ല സത്യം. ഈ വ്യക്തി വളരെ അൺഹാപ്പിയാണ്. അവർ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് നിങ്ങളെ വിട്ടിട്ട് പോയ സമയത്ത് അവർ വിചാരിച്ചിട്ടുണ്ടാകും ഇതിൽ നല്ലത് അതാണെന്നും, ആ റിലേഷൻഷിപ്പിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന നേട്ടങ്ങളുണ്ടാകും, ഇന്ന കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു തലത്തിലേക്കൊന്നും എത്തിപ്പെടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ ആൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. കാരണം ഉണ്ടായിരുന്ന ആളെ കളഞ്ഞു പോയി, ഇനി തിരിച്ചിങ്ങോട്ടേക്ക് വരാനായിട്ട് ആൾക്ക് പറ്റുന്നില്ല. വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ ആ വ്യക്തി എന്തോ ഒരു വലിയ കാര്യം ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങൾ സ്വീകരിക്കില്ല എന്ന്. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന റിലേഷൻഷിപ്പും കൂടെ കളഞ്ഞിട്ട് പോയാൽ ആരുമില്ലാത്ത അവസ്ഥയിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ വളരെ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനസ്സുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്നുണ്ടെങ്കിലും ഫിസിക്കലി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഇഷ്ടത്തിനും സ്നേഹത്തിനും വേണ്ടി ദാഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ഉണ്ട്, വളരെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓരോ കൊച്ചു കാര്യങ്ങളിൽ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഈ വ്യക്തി കഴിഞ്ഞ പാസ്റ്റ്, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് പഴയ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്ത്
ആയിരുന്നു കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ അതായിരുന്നു എനിക്ക് പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കേണ്ട ആളല്ല എന്നൊക്കെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആളുടെ ഭാഗത്തു നിന്ന് വന്നു പോയ തെറ്റുകളെല്ലാം ഈ ഒരു സമയങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളെ ആ വ്യക്തി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും ഓർക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് വ്യക്തി ഓർക്കുന്നുണ്ട്, വല്ലാതെ മിസ് ചെയ്യുന്നു. നിങ്ങളുടെ ഒരു പ്രൈം ഫാക്ടറായിട്ടാണ് ആ പേഴ്സൺ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. തിരിച്ചു വരാനായിട്ട് ആൾക്ക് നല്ലതായിട്ട് ആഗ്രഹമുണ്ട്. മനസ്സുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.